പക്ഷേ ഇറ്റ്സ് ഓക്കേ. കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ടോ? അയ്യോ, ഫാമിലീനെ കുറേ ഡ്രാഗ് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് എപ്പോഴും ഉണ്ട്. അതൊരു ഗിൽറ്റായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. എനിക്കത് ഒരിക്കലും ടേക്ക് ബാക്ക് ചെയ്യാൻ പറ്റില്ല. ആ മാറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയോട് അത്രയും റെസ്പെക്റ്റ് ആണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ചോദ്യങ്ങൾ കോൺട്രവേഴ്സി ആയിക്കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പറയാതിരുന്നാൽ മതിയില്ലേ? അല്ല, ഷൈൻ ഇപ്പോൾ ഹീലിംഗ് പ്രോസസ്സിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു ദിവസം ഇപ്പോൾ കടന്നു പോകുന്നത്? ഒരു ദിവസം രാത്രിയും പകലുമായിട്ട് സിനിമയാണ് ഹീലിംഗ് എന്ന് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിനോട് പറഞ്ഞത്. ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് അല്ലെങ്കിൽ സജീവമായിട്ട് സിനിമ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഇത് സിനിമ മേഖലയല്ല ഇവിടെ ഇവിടെ ബ്രേക്ക് ആയാലും ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഒരു മാസം ഒരു തരത്തിലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ബ്രേക്ക് ആയിട്ട് അവരെടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ മാക്സിമം ബ്രേക്ക് എടുക്കാതെ മുന്നോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ 21-ാം തീയതി ആയിട്ട് BKB പടം തുടങ്ങും. അതിൻ്റെ ഇടയിൽ ഈ പടം റിലീസ്. അപ്പോൾ ഹീലിംഗ് ടൈമിന് കുറച്ചും കൂടി സമയം വേണം. അതുകൊണ്ടാണ് ഇതൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. ഈ എല്ല് കൂട്ടിച്ചേരാൻ എടുക്കുന്ന സമയം കുറച്ച് കൂടുതലാണ്. മാംസം കൂട്ടിച്ചേർന്നു സർജറി ചെയ്തതൊക്കെ. എല്ല് നട്ടും പൊട്ടൊക്കെ ഇട്ടിട്ട് ടൈറ്റാനിയം വെച്ചിട്ട് ഇട്ടിരിക്കുക. അപ്പോൾ സ്ലിങ്ങിൽ ഇടണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഞാനൊരു സാധനം വെച്ചിട്ട് ചെറിയ എക്സസൈസും ബോളിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. ഇപ്പോ എന്തായാലും അറിയാം, 2 മാസങ്ങൾക്ക് മുൻപ് രണ്ടുപേരും തമ്മിലുള്ള ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ എല്ലാ മാധ്യമങ്ങളിലും ചർച്ചയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയും മിക്സഡ് ഇലക്ഷൻസ് തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? ഞങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ടോ? കണ്ടിട്ട് തോന്നില്ല. അപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇല്ല, അന്നത്തെ ഇഷ്യൂ എല്ലാവർക്കും അറിയാമല്ലോ. വ്യക്തമായി തന്നെ കാരണം ഞാനത് അഡ്രസ് ചെയ്തോട്ടെ. അത് കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് അതങ്ങനെ മൂവ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു കാര്യം. ഇപ്പം ഷൈൻ ചേട്ടൻ സിനിമയിലോട്ട് വരുന്നത് കമൽ സാറിൻ്റെ അല്ലേ? അല്ല, കമൽ സാർ ത്രൂ അല്ലേ? അതേപോലെ ഒരു കാലത്ത് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് വിജയമാല സ്കൂളിൻ്റെ മുന്നിൽ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ്, മുന്നിൽ കണ്ട് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഷൈൻ ചേട്ടനാണ്. അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട്, ആർക്കും അറിയില്ല. അപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ആദ്യത്തെ ഒരു ആർട്ടിസ്റ്റാണ്. ആൻഡ് യെസ്, അപ്പം അത് നമ്മൾ പേഴ്സണലി ഞങ്ങളൊരു ഇടവകക്കാരൊക്കെയാണ്. അപ്പോൾ നമുക്കത് ഒരു സ്പെഷ്യലായിരിക്കും. പേഴ്സൺ എന്ന് പറയുന്നത് സ്പെഷ്യലായിരിക്കും. പിന്നെ പോകെ അദ്ദേഹത്തിൻ്റെ ഉയർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കും മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോ സ്റ്റേജിൽ മുന്നോട്ട് പോകുമ്പോഴും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അന്ന് അദ്ദേഹം ചെയ്ത അന്യ പ്രസൂലൊക്കെ ചെയ്തിരിക്കുന്ന സമയമാണ് എൻ്റെ ഓർമ്മയിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ആഫ്റ്റർ ദാറ്റ് കുറേ കാലങ്ങൾക്ക് ശേഷം പല ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോഴും ഒരു ഹൈപ്പർ പരിപാടി കാണുമ്പോഴും എന്നോട് ഞാൻ പലരുടെയും വാച്ച് ചെയ്യാറുണ്ട്. ഐശ്വര്യ ലക്ഷ്മിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഷൈൻ എന്ന് പറയുന്നത് ഇൻ പേഴ്സൺ അങ്ങനെയല്ല എന്നുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ മൂവി ചെയ്യാൻ ഞാനൊരു തീരുമാനം എടുക്കുമ്പോഴും എനിക്ക് ആ ഒരു കുറേ കാലത്തിന് ശേഷം നമ്മളുടെ ഒരു നാട്ടുകാരൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം ഞാൻ ആ സ്പേസ് ചെയ്യുവാണ് എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. ആൻഡ് വി ഡിഡ് ഇറ്റ്. അടിപൊളിയായിരുന്നു. ഒരു കാര്യത്തിൽ എനിക്ക് ഒരു തരത്തിലും ഇതുവരെയും ഒരു മാറ്റില്ലാത്തൊരു കാര്യം ഹിസാൻ അടിപൊളി പെർഫോമറാണ്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പേഴ്സണലി അറിയില്ല. പിന്നെ ഒരു സ്പേസിലുണ്ടായ ഒരു അനുഭവം എനിക്കത്ര ഞാൻ നോക്കിക്കണ്ട ഒരാളിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു മനഃപൂർവ്വമായിരിക്കില്ല മേ ബി, പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഇതൊക്കെ നമ്മൾ സംസാരിച്ചാണ്, പക്ഷേ ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല. ഞാനും അങ്ങനെ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ അത് കേട്ടാവും. കാരണം നമ്മൾ ഓരോ നിമിഷവും മൂവിയിലും മാത്രമല്ല ആളുകളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഫൺ രീതിയിലുള്ള സംസാരങ്ങൾ ചിലപ്പോൾ ലൂസ് ടോക്ക് പോലെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല. എല്ലാവരും ഒരേപോലെ അല്ലല്ലോ ഇപ്പോൾ കാണുന്നതും അല്ലെങ്കിൽ ഒരു ആശയങ്ങളും ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും. അപ്പോൾ അതിലുള്ള വ്യത്യസ്തത നമ്മൾ
അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം കേൾക്കുമ്പോഴും 5 പേരും 5 രീതിയിലാണ് എടുക്കുന്നത്. എല്ലാവർക്കും അത് എൻജോയബിൾ ആയിരിക്കില്ല. അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല. അങ്ങനെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കേട്ടായിട്ടുണ്ടെങ്കിൽ സോറി. എനിക്ക് പറയാനുള്ളത് പേഴ്സണലി പറയേണ്ട കാര്യമാണ്. മീഡിയസിന് മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന് പറയേണ്ട കാര്യമല്ല എന്ന് തോന്നുന്നു. അല്ല, ഇപ്പൊ നമ്മള് യെസ്, അങ്ങനെയാണെങ്കിൽ Yeah. അല്ല സിനിമയിലേക്ക് വന്നാൽ അല്ല വിൻസി പറയട്ടെ. അത് കണ്ടു. Yeah, let me conclude it if we both are okay. Let's conclude it. ഇത് ഇത്രയും ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു. അപ്പം എനിക്ക് ഒരൊറ്റ കാര്യമുള്ളത് ഉണ്ടായിരുന്നത്, ഇപ്പം ക്യൂ സ്റ്റുഡിയോയിൽ തന്നെ ചേട്ടൻ പറയുന്നുണ്ട്, കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ മാറ്റത്തിൽ എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഒന്നിൻ്റെയും പിടിച്ചു വെക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മാറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയോട് അത്രയും റെസ്പെക്റ്റ് ആണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അത് ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒന്നുമല്ല, ബട്ട് ഐ റെസ്പെക്ട് ദാറ്റ്. ആൻഡ് എനിക്കത് അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ല, ഞാൻ വിചാരിക്കുന്നത് എപ്പോഴും മാറ്റം ഉണ്ടാവേണ്ടത് നമ്മളിലാണ്, എന്നിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മളിൽ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ ക്ലിയർ ചെയ്തിട്ട് എന്തെങ്കിലും മുന്നോട്ട് പോകാനുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് അവസരം തന്നിട്ടുണ്ട് ഈ ജീവിതത്തിൽ. ആ അവസരം കിട്ടുന്ന സമയത്ത് നമ്മളത് ഉപയോഗിക്കുക. ആൻഡ് ഈ ഒരു കോൺട്രവേഴ്സി കാരണം എനിക്ക് ഈ ഫാമിലീനെ കുറേ ഡ്രാഗ് ചെയ്തെന്നുള്ളൊരു ഫീലിംഗ് എപ്പോഴും ഉണ്ട്. അതൊരു ഗിൽറ്റായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. എനിക്കത് ഒരിക്കലും ടേക്ക് ബാക്ക് ചെയ്യാൻ പറ്റില്ല. ഗിൽറ്റ് എപ്പോഴും ഉണ്ടാവും. അത് പ്രശ്നമൊന്നുമില്ല. അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. കാരണം അവർക്കും നമ്മളെപ്പോലെ അല്ലെങ്കിൽ പെൺമക്കളുള്ളതല്ലേ. അപ്പോൾ എന്താണ് ഒരു പെൺകുട്ടിക്ക് കേട്ടാവുന്നത്, എന്താണ് ഒരു ആൺകുട്ടിക്ക് കേട്ടാവുന്നത് എന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും.